ഫാത്തിഹ സൂറത്ത് അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല. ആ ഫാത്തിഹ സൂറത്ത് കൊണ്ട് നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, നമ്മളെ ബുദ്ധിമുട്ടുകൾ മാറാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറാനുള്ള ഒരു ചെറിയ അമല് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ പ്രയാസങ്ങൾ അകറ്റി തരട്ടെ, കൽബിലുള്ള ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ പരമദയാലുവായ റബ്ബേ, കരുണക്കടലായ അല്ലാഹ്, എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ, എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ്, റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം, പുണ്യം നേടണം, ബറക്കത്ത് കരസ്ഥമാക്കണം, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അതിൽ പങ്കാളികളാവുക. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ആരും വിളിക്കരുത്, വിളിച്ചാൽ കിട്ടൂല. നിങ്ങളെ പേരെഴുതി മെസ്സേജ് വിടുക. നിങ്ങളെ എല്ലാവരും ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഫാത്തിഹ സൂറത്ത് അറിയാത്തവരായി ആരും ഉണ്ടാവൂല. കാരണം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും 17 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ചൊല്ലൽ നിർബന്ധമാണ്, ഫാത്തിഹ സൂറത്ത് ഓതൽ നിർബന്ധമാണ്. അപ്പൊ ഫാത്തിഹ സൂറത്ത് അറിയാത്തവരായി ആരും ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെ ഫാത്തിഹ സൂറത്തുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അമല് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം. ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഫാത്തിഹ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും, നിങ്ങളെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമെന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാം, തള്ളിക്കളയരുത്. ഉസ്താദ് പറയുന്നത് തെറ്റാണ് എന്ന് ആരും പറയരുത്. കാരണം ഇത് മഹാന്മാര് ആരിഫീങ്ങൾ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് നമ്മൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഫാത്തിഹത്തുൽ കിതാബി ഉമ്മുൽ ഖുർആൻ. ഫാത്തിഹ സൂറത്ത് ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ ഉമ്മയാണ്. നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഉമ്മാക്ക് എത്ര സ്ഥാനമുണ്ട്, ഉമ്മാക്ക് എത്ര സ്ഥാനമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ ഫാത്തിഹ സൂറത്ത്. ഫാത്തിഹ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഉമ്മ എന്ന് വിശേഷിക്കപ്പെട്ട സൂറത്താണ്. മാത്രമല്ല അല്ലാഹു റസൂൽ പറഞ്ഞു, ശിഫാഉം മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിനുള്ള മരുന്നും ഫാത്തിഹ സൂറത്താണ്. ഓതേണ്ടതുപോലെ ഓതി ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖത്തിനും ശിഫ ഉണ്ടാവും, എല്ലാ വേദനക്കും ശിഫയുണ്ടാവും. പക്ഷേ ഓതേണ്ടതുപോലെ ഓതണം. ഓതാൻ പറ്റുന്ന നാവ് നമ്മൾക്കുണ്ടാകണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ ഫാത്തിഹ സൂറത്ത് എല്ലാ രോഗത്തിനും മരുന്നാണ്. മാത്രമല്ല മഹാന്മാര് പറയുന്നുണ്ട്, അൽഫു സിർരിൻ, 1000 രഹസ്യങ്ങള് ഫാത്തിഹ സൂറത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? നിസ്കാരത്തിൽ മാത്രം ഓതാനൊരു സൂറത്തൊന്നുമല്ല. അൽഫു സിർരിൻ, 1000 രഹസ്യങ്ങള്, നമ്മൾക്കറിയാത്ത 1000 രഹസ്യങ്ങള് ഫാത്തിഹ സൂറത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട്, സവാലുൽ ഹുമൂം, നമ്മളെ വിഷമങ്ങൾ മാറാനും ടെൻഷനുകളൊക്കെ മാറാൻ ഫാത്തിഹ സൂറത്ത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം. ഇന്ന് ആരാണ് ടെൻഷൻ ഇല്ലാത്ത ആളുകൾ? വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോ പല ആളുകളും ആത്മഹത്യ ചെയ്യാറുണ്ട്, വിഷം കുടിക്കാറുണ്ട്, തൂങ്ങി മരിക്കാറുണ്ട്. വിഷമങ്ങൾ വരുമ്പോ, ടെൻഷൻ വരുമ്പോ അതല്ല പരിഹാരം, പരിശുദ്ധ ഖുർആനാണ്. എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്താൽ മതി എന്ന് ആരിഫീങ്ങൾ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല, അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോ അവർ ഫാത്തിഹ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കിയിരുന്നു. മാത്രമല്ല എല്ലാ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും, എല്ലാ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഫാത്തിഹ സൂറത്ത് ഓതിയാൽ മതി. ശത്രുക്കളെ ഭയമുണ്ടോ? അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ നമ്മൾക്ക് ഭയമാണെങ്കിൽ അതിൽ നിന്ന് നിർഭയത്വം ലഭിക്കാൻ ഫാത്തിഹ സൂറത്ത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക.
പെട്ടെന്ന് തന്നെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകാൻ, പെട്ടെന്ന് തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ, പെട്ടെന്ന് തന്നെ കടങ്ങളൊക്കെ വീടാൻ, ദാരിദ്ര്യം മാറാൻ ഫാത്തിഹ സൂറത്ത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. ഇതൊന്നും ഞാൻ എന്റെ വക പറയുകയല്ല. ഞാൻ എന്റെ വക പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. പക്ഷേ ഇത് ഈ ക്ലാസ് എടുക്കുന്ന ദാറുൽ മുബീൻ നടത്തുന്ന ജാബിർ ദാരിമിയുടെ വകയല്ല. ഇത് മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെളിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ രേഖപ്പെടുത്തിയതാണ്. ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച വിഷയങ്ങളാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിസാരപ്പെടുത്തരുത്, ഒരിക്കലും തള്ളിക്കളയരുത് കേട്ടോ. ഈമാനില്ലാതെ മരിച്ചു പോകും. ദീനിന്റെ വിജ്ഞാനത്തിനെ നിസാരപ്പെടുത്തിയാൽ, ഖുർആനെ നിസാരപ്പെടുത്തിയാൽ ഈമാനില്ലാതെ മരണപ്പെട്ടു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പെട്ടെന്ന് തന്നെ സഹലായി നമ്മളെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകാൻ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ ഫാത്തിഹ സൂറത്ത് ഉപയോഗപ്പെടുത്താം. തീർന്നിട്ടില്ല. ഫാത്തിഹ സൂറത്തിന്റെ മഹത്വം മഹാന്മാര് പറയുന്നുണ്ട്. വമൻ ദാവമ അലാ ഖിറാഅതിഹാ അഖിബ കുല്ലി സ്വലാത്തിൻ മക്തൂബ 20 മറ. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 20 പ്രാവശ്യം ഒരാൾ ഫാത്തിഹ സൂറത്ത് എല്ലാ ദിവസവും ഓതിക്കഴിഞ്ഞാൽ 5 വക്ത് നിസ്കാരമുണ്ട്. ആ 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷവും 20 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഓതുക. അപ്പൊ ഒരു ദിവസം എത്ര ഫാത്തിഹ സൂറത്തായി? നിസ്കാരത്തിലല്ലാതെ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും 20 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഓതി കഴിഞ്ഞാൽ എത്ര ഫാത്തിഹ സൂറത്തായി? 100 ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതി. അങ്ങനെ എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് ശേഷം 20 ഫാത്തിഹ സൂറത്ത് ഓതി 100 ഫാത്തിഹ സൂറത്ത് എല്ലാ ദിവസവും തികച്ചു കഴിഞ്ഞാൽ വസിയല്ലാഹു റിസ്ഖ, അല്ലാഹു അവന്റെ ഭക്ഷണത്തിൽ വിശാലത നൽകും. വഹസുന ഹാലഹു, അവന്റെ ഹാൽ അല്ലാഹു നന്നാക്കി കൊടുക്കും. ഹാല് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ അവസ്ഥയും, അവസ്ഥ മോശമാണെന്ന് പല ആളുകളും പറയാറുണ്ടല്ലോ. അവസ്ഥയൊക്കെ നന്നാവും, നല്ല അവസ്ഥ ഉണ്ടാവും. ഇന്നിപ്പോ വല്ലാത്തൊരു മോശമാണ്, മോശത്തരാണെന്ന് പല ആളുകളും പറയാറുണ്ട്. ആ മോശത്തരൊക്കെ മാറിക്കിട്ടും. നല്ല ഒരു കാലാവസ്ഥ നമ്മൾക്ക് ലഭിക്കുകയാണ്. മാത്രമല്ല നമ്മളെ രഹസ്യങ്ങൾ അല്ലാഹു പ്രകാശിപ്പിക്കുന്നതാണ്. ന്യൂനതകളൊന്നും ഉണ്ടാവൂല. നമ്മൾ വ്യഭിചാരത്തിലേക്ക് പോകൂല, കള്ളുകുടിയിലേക്ക് പോകൂല, അതുപോലെ തന്നെ മറ്റുള്ള തിന്മയിലേക്ക് പോകൂല, ഹറാമായ കാര്യങ്ങളിലേക്ക് പോകൂല. നമ്മളെ രഹസ്യങ്ങളൊക്കെ അല്ലാഹു പ്രകാശിപ്പിക്കുകയാണ്. നല്ല രഹസ്യങ്ങൾ മാത്രമേ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകൂ. വയസ്സറ അംറഹു, നമ്മളെ സർവ്വ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും. ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, വീട് പണിയാണെങ്കിലും, മക്കളുടെ വിവാഹമാണെങ്കിലും, ജോലിയാണെങ്കിലും, പേപ്പർ ശരിയാവേണ്ടതാണെങ്കിലും എല്ലാം അള്ളാഹു എളുപ്പമാക്കി തരികയാണ്. നമ്മളെ ടെൻഷൻ അള്ളാഹു മാറ്റി തരികയാണ്. ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കി തരികയാണ്. മാത്രമല്ല ബറക്കത്ത് നമ്മളെ ജീവിതത്തിൽ കോടാനകോടി ബറക്കത്ത് ലഭിക്കും. ബറക്കത്താണല്ലോ വേണ്ടത്. ആ ബറക്കത്ത് ലഭിക്കാൻ എല്ലാ നിസ്കാരത്തിന് ശേഷവും 20 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഓതുക. അങ്ങനെ ഒരു ദിവസം 100 ഫാത്തിഹ സൂറത്ത് തികച്ചാൽ ബറക്കത്ത് നമ്മളെ ജീവിതത്തിലുണ്ട്, മക്കൾക്കുണ്ട്, ജോലിയിലുണ്ട്, വീട്ടിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി എന്റെ പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം 20 ഫാത്തിഹ സൂറത്ത് ഓതാൻ പ്രയാസമുള്ളവർക്ക് വേറൊരു അമലാണ് ഞാൻ പറയുന്നത്. അതെല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചോ. 5 വക്ത് നിസ്കാരങ്ങളിൽ ഒരു നിസ്കാരം സെലക്ട് ചെയ്യുക. സുബഹിയാണെങ്കിൽ സുബഹി സെലക്ട് ചെയ്യുക, അസ്ർ ആണെങ്കിൽ അസ്ർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ നിസ്കാരത്തിന്റെ ശേഷം 11 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുക. എല്ലാ നിസ്കാരത്തിന്റെ ശേഷം ഓതാൻ പ്രയാസമുള്ള ആളുകൾ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം 11 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഓതുക. ഓതിയതിനു ശേഷം ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നിന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റി തരും. നീ ആത്മാർത്ഥതയോടുകൂടെയാണോ ദുആ ചെയ്തത്, ആത്മാർത്ഥതയോടുകൂടെയാണോ ഫാത്തിഹ ഓതിയത്, ആഗ്രഹം അള്ളാഹു നിറവേറ്റി തരും. അത് പെട്ടെന്ന് കുറി കിട്ടാനാണോ അത് അള്ളാഹു ശരിയാക്കി തരും. കടം വീടാനാണോ അത് അള്ളാഹു നന്നാക്കി തരും. വീടാണോ അള്ളാഹു നന്നാക്കി തരും. ആത്മാർത്ഥത നിർബന്ധമാണ്. വിജയം നിനക്ക മുഖ്ലിസാനി എങ്കിലേ ഇബ്ലീസ് പോലും തോറ്റു വീഴും മുന്നിലേ. അതിനെന്ത് വേണം? നിന്റെ ഖൽബ് നന്നാകണം. ഇബ്ലീസിന്റെ കൂടെയാകാൻ പാടില്ല. ഖൽബ് നന്നായി ഈമാനോടെ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാം അള്ളാഹു സാധിപ്പിച്ചു തരും. അള്ളാഹുവേ, ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.